എല്ലാവർക്കും എസ് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നത് +1 ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ് തന്നെയാണ്. നമുക്കറിയാം രണ്ടാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. നമുക്ക് കുറച്ച് ഫങ്ഷനെ പറ്റി, കുറച്ച് ടൈപ്സ് ഓഫ് ഫങ്ഷനെ പറ്റി പഠിക്കാം. ഓക്കെ, ഒന്നാമത്തെ ഫങ്ഷനാണ് കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ. ഓക്കെ, ഒന്നാമത്തെ ഫങ്ഷൻ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ. കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ്റെ ഡെഫിനിഷൻ: ദി റിയൽ ഫങ്ഷൻ എഫ് ഫ്രം, ഇങ്ങനെയാണ് എഴുതേണ്ടത്, ദി റിയൽ ഫങ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എക്സ് ബിലോങ്സ് ടു ആർ ഈസ് കോൾഡ് കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ. ഓക്കെ, the real function f from r to r defined by y equal to f of x equal to c is called constant function. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം y ഈക്വൽ ടു 3 അല്ലെങ്കിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3. ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണ് ഉണ്ടാവുക? ഇതിൻ്റെ ഡയഗ്രാം ഉണ്ടാവുക, ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്. 0 1 2 3 4 5, അതേപോലെ 1 2 3 4 5, -1 -2 -3 -1 -2 -3 -4. ഓക്കെ, നമുക്കറിയാം y ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എക്സിന് നിങ്ങൾ ഏത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും y എന്തായിരിക്കും? 3 തന്നെയായിരിക്കും. എക്സാമ്പിളായിട്ട് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ y3, എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ y3, എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ y3, എക്സിന് 5 കൊടുത്തു കഴിഞ്ഞാൽ y3, ഏത് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ y3, എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ y3, എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ y3, എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ y3, -1 കൊടുത്തു കഴിഞ്ഞാൽ 3 ആണ്. ഓക്കെ, ഇതാണ് y ഈക്വൽ ടു 3യുടെ ഗ്രാഫ്. ഇതായിരിക്കും y ഈക്വൽ ടു 3യുടെ ഗ്രാഫ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇതിൻ്റെ ഈ ഗ്രാഫ് എപ്പോഴും എക്സ് ആക്സിന് പാരലായിരിക്കും. ഓക്കെ, എക്സ് ആക്സിന് പാരലായിരിക്കും. ഓക്കെ, ഇനി y ഈക്വൽ ടു 4 ആണെങ്കിൽ ഇതാ ഈ 4 എക്സ് ആക്സിന് പാരലായിട്ട് 4 കൂടി കടന്നു പോകുന്ന ലൈൻ ആയിരിക്കും y ഈക്വൽ ടു 4. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡൊമെയിൻ എന്താണ്? ഇതിൻ്റെ ഡൊമെയിൻ, നമ്മൾ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എക്സിന് കൊടുക്കുന്ന വാല്യൂസ്. ഇവിടെ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? റിയൽ നമ്പേഴ്സ് ആണ് ഡൊമെയിൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? റേഞ്ച് നമുക്ക് കിട്ടുന്നത് സെറ്റ് എവിടെ 3 ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചും. അപ്പം നിങ്ങൾക്ക് ഒന്നാമത്തെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ദി റിയൽ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ഈസ് കോൾഡ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇതിൻ്റെ ഡൊമെയിൻ എന്തായിരിക്കും? റിയൽ നമ്പർ ആയിരിക്കും. അതേപോലെ റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് സി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഫംഗ്ഷൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ദി റിയൽ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എക്സ് ബിലോങ്സ് ടു ആർ ഈസ് കോൾഡ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണ് ഉണ്ടാവുക? ഇതിൻ്റെ ഡയഗ്രാം ഉണ്ടാവുക 1 2 3 1 2 3 -1 -2 -3 -1 -2 -3 എക്സ് ആക്സിസ് y ആക്സിസ്. ഓക്കെ, 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ y എന്താണ്? 0 തന്നെ. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ y 1 ആണ്. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ y 2 ആണ്. എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ y 3 ആണ്. ഇതേപോലെയാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എക്സിന് 0 കൊടുത്തപ്പോൾ y 0, എക്സിന് 1 കൊടുത്തപ്പോൾ y 1, 2 കൊടുത്തപ്പോൾ 2. ഓക്കെ, ഇതാണ്
ഇതാണ് y ഈക്വൽ ടു എക്സ്. ഇതാണ് ഐഡൻ. ഇത് നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ 45 ഡിഗ്രിയിൽ കറക്റ്റ് നടുക്ക് കൂടിയാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡൊമെയിൻ എന്തായിരിക്കും, അതേപോലെ റേഞ്ച് എന്തായിരിക്കും? ഇതിൻ്റെ ഡൊമെയിൻ റിയൽ നമ്പർ അല്ലേ, എക്സിന് 1 2 3 4 5 6 എല്ലാ നമ്പേഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡൊമെയിൻ എന്താണ്? ഡൊമെയിൻ റിയൽ നമ്പർ ആണ്. റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് കിട്ടുന്നത് റിയൽ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷനായ ഐഡന്റിറ്റി ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്താണ്? ദി റിയൽ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈസ് കോൾഡ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ഫംഗ്ഷനാണ് മോഡുലസ് ഫംഗ്ഷൻ. ഓക്കെ, എന്തായിരിക്കും മോഡുലസ് ഫംഗ്ഷൻ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മോഡുലസ് ഓഫ് -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എന്ന്, മോഡുലസ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്നൊക്കെ. എന്തായിരുന്നു അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്? ഇതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് മോഡുലസ് ഫംഗ്ഷൻ the real function f from r to r defined by y equal to f of x equal to modulus of x equal to minus x if x less than 0, x if x greater than or equal to 0. Okay, y equal to f of x equal to modulus of x minus x if x less than 0, x if x greater than or equal to 0. Okay, അതിൻ്റെ മീനിങ് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ y എന്താണ്? 0 ആണ്. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ y എന്താണ്? മോഡുലസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ y 2 ആണ്. എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ y 3 ആണ്. ഇത് ഇനി എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -x ആണ്. അപ്പോൾ y ഈക്വൽ ടു മൈനസ് ഓഫ് -1 ഈക്വൽ ടു 1. അതായത് മോഡുലസ് ഓഫ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എക്സ് ലെസ് ദാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഫംഗ്ഷൻ y ഈക്വൽ ടു എന്താണ്? -x ആണ്. ഓക്കെ, എക്സ് 0 ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? y ഈക്വൽ ടു x ആണ്. ഓക്കെ, ഇതിന്റെ ഡയഗ്രാം ഉണ്ടാവുക. ഇതിന്റെ ഡയഗ്രാം 0 കൊടുത്താൽ 0 തന്നെ, 1 കൊടുത്തു കഴിഞ്ഞാൽ 1, 2 കൊടുത്തു കഴിഞ്ഞാൽ 2, 3 കൊടുത്തു കഴിഞ്ഞാൽ 3. ഓക്കെ, അതേപോലെ -1 കൊടുത്തു കഴിഞ്ഞാൽ 1, -2 കൊടുത്തു കഴിഞ്ഞാൽ 2, -3 കൊടുത്തു കഴിഞ്ഞാൽ 3. ഈ മോഡലാണ് അതായത് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0, എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1, എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2, എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ 1, എക്സിന് -2 കൊടുത്തു കഴിഞ്ഞാൽ 2. ഈ മോഡലാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡൊമെയിൻ എന്താണ്? ഡൊമെയിൻ എന്തായിരിക്കും? ഡൊമെയിൻ പറയുന്നത് റിയൽ നമ്പർ ആണ്. റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് കിട്ടുന്നത് നമുക്ക് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, നോൺ നെഗറ്റീവ് റിയൽ നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും വരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം ക്ലോസ്ഡ് ഇന്റർവെൽ 0 to ഇൻഫിനിറ്റി, ഓപ്പൺ ഇന്റർവെൽ ഇൻഫിനിറ്റി. ഇതാണ് മോഡുലസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ഫംഗ്ഷനാണ് സിഗ്നം ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ സിഗ്നം ഫംഗ്ഷൻ. Signum function definition: the real function f from r to r defined by y equal to f of x equal to -1 if x less than 0, 0 if x equal to 0, 1 if x greater than 0. Okay, y equal to f of x equal to -1 if x less than 0, 0 if x equal to 0, 1 if x greater than 0. നമുക്ക് ചെയ്തു നോക്കാം. അതായത് നമ്മുടെ ഡയഗ്രാം എങ്ങനെയാണ് ഉണ്ടാവുക? 1 2 3 4 -1 -2 1 2 3
-1 -2 ഓക്കെ. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 തന്നെ, 1 കൊടുത്തു കഴിഞ്ഞാൽ 1, 2 കൊടുത്തു കഴിഞ്ഞാൽ 1, 3 കൊടുത്തു കഴിഞ്ഞാൽ 1, ഇതൊക്കെ 1 ആണ്. പക്ഷെ ഇവിടെ നിങ്ങളൊരു വൈഡ് സർക്കിൾ ആക്കണം. അതേപോലെ ഇവിടെ ഒരു വൈഡ് സർക്കിൾ ആക്കുക. ഇതാണ് സിഗ്നം ഫംഗ്ഷന്റെ ഡയഗ്രാം വരുന്നത്. ഓക്കെ, സിഗ്നം ഫംഗ്ഷന്റെ ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. ഇത് y = 1, ഇത് y = -1, ഇത് y = 0. ഓക്കെ, ഇവിടെ വൈഡ് സർക്കിൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇട്ടത്? എക്സിന് 0.001 കൊടുത്തു കഴിഞ്ഞാൽ y എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇനി ഇതിൻ്റെ ഡൊമെയിൻ എന്താണ്? റേഞ്ച് എന്താണ്? ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പർ ആണ്. അതേപോലെ റേഞ്ച് എന്താണ്? റേഞ്ച് = -1, 0, 1. ഓക്കെ, ഇതാണ് ഇതിൻ്റെ റേഞ്ച്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ഫംഗ്ഷൻ ഞാനൊന്ന് ഒരു ഫംഗ്ഷനും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. നമുക്ക് എന്താണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് നോക്കാം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, greatest integer function definition: the function f from R to greatest integer y equal to greatest integer of x. ഓക്കെ, ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 3.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ -1.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 അല്ല -2 ആണ്. ഓക്കെ, ബാക്കിലുള്ള ഏറ്റവും വലിയ ഇൻറ്റിജേഴ്സ് ഏതാണെന്ന് നോക്കിയാൽ മതി. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. ഇതിൻ്റെ ഡയഗ്രാം വരിക. നിങ്ങളൊരു സ്റ്റെപ്പായിട്ടാണ് ഇതാ ഇവിടെ വരെ ഇങ്ങനെ ഇതുപോലെയാണ് ഇതിൻ്റെ ഗ്രാഫ് വരുന്നത്. 1 2 3 1 2 3 ഇതേപോലെയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഡൊമെയിൻ എന്താണ്? ഇതിൻ്റെ ഡൊമെയിൻ റിയൽ നമ്പർ ആണ്. റേഞ്ച് എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. ഓക്കെ, റേഞ്ച് എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. ഓക്കെ, ഞാൻ ഇന്നെടുത്ത ഏതൊക്കെ ഫങ്ഷൻസ് ആയിരുന്നു? ഫസ്റ്റ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഐഡന്റിറ്റി ഫംഗ്ഷൻ, തേർഡ് മോഡുലസ് ഫംഗ്ഷൻ, ഫോർത്ത് സിഗ്നം ഫംഗ്ഷൻ, ഫിഫ്ത്ത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇത് ഇങ്ങനൊരു ഡയഗ്രാം തന്നു. ഇതേത് ഫംഗ്ഷനാണ്? ഇതേത് ഫംഗ്ഷൻ ആയിരിക്കും? ഇങ്ങനൊരു ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഈ ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ ഇതേത് ഫംഗ്ഷനാണ്? ഇതേത് ഫംഗ്ഷൻ ആയിരിക്കും? ഇത് മോഡുലസ് ഫംഗ്ഷൻ ആണ്. ഇതേത് ഫംഗ്ഷനാണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനാണ്. ഇതേത് ഫംഗ്ഷനാണ്? ഐഡന്റിറ്റി ഫംഗ്ഷനാണ്. ഓക്കെ, ഐഡന്റിറ്റി ഫംഗ്ഷനാണ്. അല്ലെങ്കിൽ ചോദിക്കുക, എക്സാമിന് ചോദിക്കുക, ഇത് എക്സ് സി ഇതേത് ഫംഗ്ഷനാണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, ഇത് ഐഡന്റിറ്റി, ഇത് മോഡുലസ്, ഇത് കോൺസ്റ്റന്റ്. ഇങ്ങനെ ഒരുപാട് രീതിയിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് മോഡുലസ് ഓഫ് ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ the real function f from R to R defined by y equal to f of x equal to modulus of x equal to -x if x less than 0, x if x greater than or equal to 0. പിന്നെ അതിൻ്റെ കൂടെ ഡൊമെയിൻ എന്താണ്? മോഡുലസ് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ വരുന്നത് റിയൽ നമ്പർ ആണ്. റേഞ്ച് വരുന്നത് നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആണ്. ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഓൾ.